ഹലോ, വെൽക്കം ടു ന്യൂമിക്സ് ലേണിംഗ്സ്. അഫീഫ് അലിയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ SSLC റിവിഷൻ സീരീസിലെ 26ാമത്തെ വീഡിയോ ആണ് എൻ്റെ മക്കൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ടത് ജോമെട്രി ആൻഡ് ആൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിലെ, ജ്യാമിതിയും ബീജഗണിതവും എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരുപാട് കുട്ടികൾ ആവശ്യപ്പെട്ട 2 ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ SCRT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ സെറ്റ് A ക്വസ്റ്റ്യൻ പേപ്പറിലെ ജോമെട്രി ആൻഡ് ആൾജിബ്രയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ്. ഒരുപാട് കുട്ടികൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്ന് സംശയം ചോദിച്ചിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കിയ വീഡിയോ ആണ്. ഇതെല്ലാവർക്കും ഉപകാരപ്പെടും. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിർബന്ധമായിട്ടും ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുക. റെഡിയാണല്ലോ? അപ്പോൾ നമ്മൾ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും നൽകുന്നില്ല, ഡയറക്റ്റ് നമ്മൾ ആ 2 ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. റെഡിയാണല്ലോ? അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാ നോക്കാം. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? ഇൻ ദി പിക്ചർ നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട് കേട്ടോ. ABCD ഈസ് എ പാരലലോഗ്രാം. അപ്പൊ ചിത്രത്തിലുള്ള ABCD എന്താണ്? ഒരു പാരലലോഗ്രാം ആണ്. ദെൻ കാൽക്കുലേറ്റ് ദി കോർഡിനേറ്റ് ഓഫ് സിയുടെ കോർഡിനേറ്റ് കാണണം. ദെൻ കാൽക്കുലേറ്റ് ദി സ്ലോപ്പ് ഓഫ് ദി ഡയഗണൽ AC. ഈ കാണുന്ന ഒരു ഡയഗണൽ ഉണ്ടെങ്കിൽ അതിന്റെ സ്ലോപ്പ് എത്രയാണെന്നാണ് ചോദിച്ചത്. ദെൻ റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ ത്രൂ AC എന്നീ പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്തു പോകുന്ന ലൈനിന്റെ ഇക്വേഷൻ ആണ് ചോദിച്ചത്. ദെൻ does the line passes through the origin. ഈ കാണുന്ന വരങ്ങനെ ഒറിജിനിൽ ആധാര ബിന്ദുവിലൂടെ പാസ് ചെയ്തു പോകുമോ ഇല്ലയോ എന്നതാണ് ചോദ്യം. ക്ലിയർ ആണല്ലോ? ഒന്ന് നോക്കിക്കേ. 1, 2, 4 and 5. എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യനാ? 5 മാർക്കിന്റെ ക്വസ്റ്റ്യനാ മക്കളെ. ഇതിന്റെ മലയാളം നോക്കിക്കേ. ചിത്രത്തിൽ ABCD ഒരു സാമാന്തരികമാണ്. ABCD എന്താണ്? സാമാന്തരികമാണ്. സിയുടെ സൂചക സംഖ്യകൾ കണക്കാക്കണം. സിയുടേത് കണ്ടെത്തണം. ദെൻ വികരണം AC-യുടെ ചെരിവ് സ്ലോപ്പ് കണ്ടെത്തണം. ദെൻ AC ഇവയിലൂടെ കടന്നു പോകുന്ന വരയുടെ സമവാക്യം. ഇങ്ങനെ Aയിലൂടെയും Cയിലൂടെയും പാസ് ചെയ്ത് പോകുന്ന വരയുടെ സമവാക്യം കാണണം. ഈ വര ഏത് വര? Aയിലൂടെയും Cയിലൂടെയും കടന്നു പോകുന്ന ഈ വര ആധാര ബിന്ദുവിലൂടെ കടന്നു പോകുമോ എന്തുകൊണ്ട്? ക്ലിയർ ആണല്ലോ? ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. അപ്പൊ ആദ്യം ഒന്ന് നോക്കിക്കേ. ആദ്യം ഇതിലെന്തൊക്കെയുള്ളത്? A12 ആണ്, B53 ആണ്, C നമുക്കറിയില്ല, D എത്രയാണ്? 46 ആണ്. D എത്രയാണ്? 46. ക്ലിയർ ആണല്ലോ? അപ്പൊ മക്കളെ, നമ്മൾ ഇതൊന്ന് ചെയ്യാൻ പോവാണ്. ആദ്യം ഞാൻ ഇതിന് പേര് കൊടുക്കാണ്. ഏതാ? ഈ കാണുന്ന Cക്ക് XY എന്ന് കൊടുക്കാം. Cയുടെ സൂചക സംഖ്യ നമ്മൾ എന്ത് കൊടുത്തു? XY. ഇനി നമുക്ക് X കാണണം, Y കാണണം. അപ്പൊ ആദ്യം X സമം നമ്മൾ ഇന്നലെ പറഞ്ഞു ഈ 2 എണ്ണം കൂട്ടി ഇതിലെ 2ലെയും X കൂട്ടി ഇതിലെ X കുറച്ചാൽ മതി. അപ്പൊ ഒന്ന് നോക്കിക്കേ. ഇതില് 4 ആണ്, ഇതിൽ 5 ആണ്. ഒന്ന് ശ്രദ്ധിച്ചേ. ഇതില് 4 ആണ്, ഇതിൽ 5 ആണ്. രണ്ടും കൂടി കൂട്ടി എത്രയാണ്? 9. മൈനസ് ഇവിടെയുള്ള X എത്രയാണ്? 1 ആണ്. 9ൽ നിന്നും 1 കുറച്ചാൽ എത്ര കിട്ടി? 8 കിട്ടി. അപ്പൊ X സൂചക സംഖ്യ നമുക്ക് 8 കിട്ടി. ദെൻ Y എങ്ങനെ കാണും? Yയും അതേ പാറ്റേൺ തന്നെ. ഈ വൈയും കൂടി കൂട്ടി ഈ Y നമ്മൾ എന്ത് ചെയ്യണം? കുറക്കണം. അപ്പൊ 6+3 എത്രയാ? 9. മൈനസ് ഏത് കുറക്കണം? ഇവിടെ എത്രയാണ്? 2 ആണുള്ളത്. 9 - 2 എത്രയാണ്? 7. അപ്പൊ Cയുടെ സൂചക സംഖ്യ നമുക്ക് കിട്ടി. ഏതാ കിട്ടിയത്? C. XY സമം എത്രയാണ്? 8, 7, 8, 7. സെറ്റ് ആണല്ലോ? വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. B ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങളൊന്ന് പറഞ്ഞേ, എന്താണ് B ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞേ. കാൽക്കുലേറ്റ് ദി സ്ലോപ്പ് ഓഫ് ദി ഡയഗണൽ AC. ഈ കാണുന്ന AC-യുടെ സ്ലോപ്പ് കാണണം, ചെരിവ് കാണണം. ഈ കാണുന്ന AC-യുടെ സ്ലോപ്പ് കാണണം. അതിനുവേണ്ടി ഞാൻ ഈ XY എന്ത് ചെയ്യാൻ പോവാണ്? ഒന്ന് മായ്ക്കാൻ പോവാണ് കേട്ടോ. XY മായ്ക്കാൻ പോവാ. എന്തിനാ XY മായ്ച്ചത് മക്കളെ? എന്തിനാ XY? നമുക്ക് X-ന്റെയും Y-ന്റെയും വാല്യൂ കിട്ടി. എത്രയാണ്? 8, 7 ആണ്. ഇപ്പൊ XY മാറി എന്തായി മാറി? 8, 7 ആയിട്ട് മാറി. ക്ലിയർ ആണല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് കാണേണ്ടത് കാൽക്കുലേറ്റ് ദി സ്ലോപ്പ് ഓഫ് ദി ഡയഗണൽ AC എന്ന് പറയുന്ന വികരണത്തിന്റെ സ്ലോപ്പ് കാണണം, ചെരിവ് കാണണം. ഞാൻ എന്ത് ചെയ്യാണ്? ഈ AC എന്ന് പറയുന്ന വികരണം ഒന്ന് വരച്ചു കൊടുക്കാം. ഇതാണ് AC. ഇതിന്റെ സ്ലോപ്പ്, ചെരിവാണ് നമുക്ക് കാണേണ്ടത്. ശ്രദ്ധിച്ചേ.
എടാ സ്ലോപ്പ് ചെരിവ് കാണാൻ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താ ഇക്വേഷൻ? ചെരിവ് കാണാൻ ഇക്വേഷൻ എം സമം ചെരിവ്. സ്ലോപ്പിനെ നമ്മൾ ഏത് ലെറ്റർ കൊണ്ടാ സൂചിപ്പിക്കുക? എം. എം ഇസ് ഈക്വൽ ടു, മുകളിൽ ഞാൻ സ്ലോപ്പ് എഴുതുന്നുണ്ട് കേട്ടോ. സ്ലോപ്പ് ആണ് കാണുന്നത്, ചെരിവാണ് കാണുന്നത്. എം ഇസ് ഈക്വൽ ടു, എം എന്താ? y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ആണ്. എന്താ? y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. അതായത് രണ്ടാമത്തെ y ഏതാണ്? 7 ആണ്. ഒന്നാമത്തെ y ഏതാണ്? 2 ആണ്. അതായത് 7 മൈനസ് 2 ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ x ഏതാണ്? 8 ആണ്. അടുത്തത് ഒന്നാമത്തെ x എന്താണ്? 1 ആണ്. അതായത് 8 മൈനസ് 1. ദിസ് ഈസ് ഈക്വൽ ടു 7ൽ നിന്നും 2 പോയാൽ 5 ബൈ 8ൽ നിന്നും 1 പോയാൽ എത്രയാണ്? 8ൽ നിന്നും 1 പോയാൽ എത്രയാണ്? 7. അതായത് സ്ലോപ്പ് ചെരിവ് നമുക്ക് എത്ര കിട്ടി? 5/7 കിട്ടി. ക്ലിയർ ആണല്ലോ? നമുക്ക് എത്ര കിട്ടി? സ്ലോപ്പ് AC-യുടെ സ്ലോപ്പ് എത്ര കിട്ടി? 5/7 കിട്ടി. റെഡി ആണല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഒന്ന് നോക്കിക്കേ. അടുത്ത ചോദ്യം, A, C ഇവയിലൂടെ കടന്നു പോകുന്ന വരയുടെ സമവാക്യം എഴുതാനാണ്. ഇക്വേഷൻ ഓഫ് ദി ലൈൻ. അപ്പൊ ഞാൻ ഈ ചിത്രത്തിൽ സി നമുക്ക് എത്ര കിട്ടിയത്? 8, 7 ആണ് കിട്ടിയത്. നമ്മൾ എഴുതി. ഇതിന്റെ സ്ലോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 5/7. നമുക്ക് വരയുടെ സമവാക്യം എഴുതണം. എടാ വരയുടെ സമവാക്യം എന്താണ്? എം ഇസ് ഈക്വൽ ടു, വരയുടെ സമവാക്യം എന്താണ്? എം ഇസ് ഈക്വൽ ടു y മൈനസ് y1 ഡിവൈഡഡ് ബൈ x minus x1. y minus y1 divided by x minus x1. m എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ആണ്. അത് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 5/7 കിട്ടിയിട്ടുണ്ട്. അതായത് 5/7 is equal to y അങ്ങനെ തന്നെ കൊടുക്കണം. y minus y1 ഇതാ y1ന് ഒന്നാമത്തിന്റെ y നമ്മൾ എന്ത് കൊടുത്തു? 2 കൊടുത്തു. y minus y1 divided by x minus x1 എത്രയാണ്? 1 ആണ്. അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യാ മക്കളെ എന്ന് പറഞ്ഞേ? അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യാ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇത് മുകളിലേക്കും ഇതിങ്ങനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 5 into x minus 1 is equal to 7 into y minus 2. സെറ്റ് ആണല്ലോ? അടുത്തത് 5 into x, 5x മൈനസ് 5 into 1 5 സമം 7y മൈനസ് 2 into 7 എത്രയാണ്? 14 ആണ്. ഒരുപോലുള്ളതിനെ നമ്മൾ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാണ്. മക്കളെ ശ്രദ്ധിച്ചേ. 5x നന്നായിട്ട് ശ്രദ്ധിച്ചോ. 5xനെ ഞാൻ ഇവിടെ നിർത്തി. ഇനി 7y ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. 7y ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 7y മൈനസ് 5 മൈനസ് 14 ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി? പ്ലസ് 14 is equal to 0. നമ്മൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാണ്. 5x മൈനസ് 7y മൈനസ് 5 പ്ലസ് 14 എത്രയാണ്? പ്ലസ് 9 സമം 0. അപ്പൊ വരയുടെ സമവാക്യം, ഇക്വേഷൻ ഓഫ് ദി ലൈൻ നമുക്ക് കിട്ടി. വരയുടെ സമവാക്യം എത്രയാണ്? 5x മൈനസ് 7y പ്ലസ് 9 സമം 0. സെറ്റ് ആണല്ലോ? വെരി വെരി സിമ്പിൾ. അങ്ങനെയെങ്കിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് പാർട്ട്, ഈ ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് പാർട്ട്. ഈ വര ആധാര ബിന്ദുവിലൂടെ കടന്നു പോകുമോ എന്നാണ് ചോദ്യം. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആധാര ബിന്ദു എന്ന് പറഞ്ഞാൽ 0 0. ആധാര ബിന്ദു എന്ന് പറഞ്ഞാൽ എന്താണ്? 0 0. ഇനി ഏത് വരയാണ് നമ്മളോട് ചോദിച്ചത്? ഏത് വരയാണ്? സിയിൽ നിന്ന് എയിലേക്ക് വന്നതാ ഈ വരയാണ്. ഈ വരയിലെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കാം. ഈ വരയിലെ പോയിന്റ് ഏതാണ്? 1 2 ആണ്. ഈ വരയിലെ ഒരു പോയിന്റ് നമ്മൾ എടുത്തു. മക്കളെ ശ്രദ്ധിച്ചോ. ഈ വരയിലെ ഒരു പോയിന്റ് നമ്മൾ എടുക്കാൻ പോവാണ്. ഏതാണ്? ഈ വരയിലെ ഒരു പോയിന്റ് 1 2 എടുത്തു. ഈ വരയിലെ പോയിന്റ് ഇത് എടുത്തു 1 2. ഇത് നോക്കി. ഈ വരയുടെ സ്ലോപ്പ് ചെരിവ് എത്രയാ? 5/7 ആണ് കിട്ടിയത്. നമ്മൾ ഈ വര ഇങ്ങനെ നീണ്ടുപോയാൽ ഈ വര ഏതിലൂടെ പാസ് ചെയ്യുമെന്നാ ചോദിച്ചത്? 0 0. അപ്പോ ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോ 0 0 എത്തി എന്ന് വിചാരിച്ചോ. അങ്ങനെയെങ്കിൽ ഇതിന്റെ സ്ലോപ്പ് എന്ത് തന്നെ ആയിരിക്കും? 5/3 തന്നെയായിരിക്കും. അതായത് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള സ്ലോപ്പ് 5/7 ആണെങ്കിൽ ബാക്കി ഇങ്ങോട്ടുള്ള സ്ലോപ്പ് എത്രയാവണം? 5/7 ആവണം. അങ്ങനെയെങ്കിലേ എന്തുള്ളൂ? 0 0 അതിലുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ സ്ലോപ്പ് എത്രയാന്ന് നോക്കണം. 5/7 കിട്ടിയാൽ ആധാര ബിന്ദു ഒറിജിൻ ഈ വരയിലുണ്ട് എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ ഒറിജിനിലൂടെ ആധാര ബിന്ദുവിലൂടെ ഈ ലൈൻ എന്ത് ചെയ്യും? പാസ് ചെയ്ത് പോകും. ഇനി ഇതിന്റെ സ്ലോപ്പ് കണ്ടിട്ട് നമുക്ക് 5/7 കിട്ടിയില്ല എന്ന് വിചാരിച്ചോ.
അങ്ങനെയെങ്കിൽ ഏതിലൂടെ പാസ് ചെയ്യില്ല? ഒറിജിനിലൂടെ, ആധാര ബിന്ദുവിലൂടെ പാസ് ചെയ്തു പോവില്ല. അപ്പൊ നമ്മൾ സ്ലോപ്പ് കണ്ടെത്തുക, അത്രേ നമ്മുടെ പണിയുള്ളൂ. സ്ലോപ്പ് കണ്ടെത്തുക. m is equal to എന്താ? y2 മൈനസ് y1, അതായത് 2 മൈനസ് 0 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0 is equal to 2/1 is equal to എത്രയാണ് കിട്ടിയത്? 2 ആണ് കിട്ടിയത്. ഒന്ന് നോക്കിക്കേ, ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഈ വരയുടെ സ്ലോപ്പ് എത്രയാണ്? സ്ലോപ്പ് എത്രയാണ്? 5/7 ആണ്. പക്ഷെ ഇവിടുന്ന് ഇങ്ങോട്ട് ആധാര ബിന്ദുവിലേക്ക് പോയപ്പോ സ്ലോപ്പ്, ചെരിവ് എത്രയായി മാറി? 2 ആയിട്ട് മാറി. അതായത് ഇവിടുന്ന് വരുന്ന വരയല്ല എവിടേക്ക് പോകുന്നത്? ആധാര ബിന്ദുവിലേക്ക്, ഒറിജിനിലേക്ക് പോകുന്നത്. ബിക്കോസ് രണ്ടിന്റെയും സ്ലോപ്പ് എന്തല്ല? സെയിം അല്ല. അതിനർത്ഥം ഈ വര ഏതിലൂടെ പാസ് ചെയ്ത് പോകില്ല? ആധാര ബിന്ദുവിലൂടെ, ഒറിജിനിലൂടെ പാസ് ചെയ്ത് പോകില്ല. എന്താണ് റീസൺ? സ്ലോപ്പ് എന്തല്ല? തുല്യമല്ല. അതായത് നോ, നമ്മൾ എന്തിലൂടെ പാസ് ചെയ്ത് പോകില്ല. റീസൺ ചോദിച്ചാൽ എന്താ പറയാ? സ്ലോപ്പ് എന്തല്ല? സെയിം അല്ല. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം നമ്മൾ അവസാനിപ്പിച്ചു. ഇനി നമ്മൾ കുറച്ചുകൂടി ഒന്ന് ലെവൽ കൂടിയ ഒരു ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. അത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്, എങ്കിലും മക്കളൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്താണ് ക്വസ്റ്റ്യൻ? ഇൻ ദ പിക്ചർ PQR are the midpoints of the sides of the triangle ABC. ആണ് ABC എന്ന് പറഞ്ഞിട്ട് ഒരു ത്രികോണമുണ്ട്. ശ്രദ്ധിക്കണേ, ABC എന്ന് പറഞ്ഞിട്ട് ഒരു ത്രികോണം. ഇതിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ടാണ് എന്തുണ്ടാക്കിയത്? PQR ഉണ്ടാക്കിയത്. ക്ലിയർ ആണല്ലോ? PQR ഉണ്ടാക്കിയത്. ഇനി കാൽക്കുലേറ്റ് ദി കോർഡിനേറ്റ്സ് ഓഫ് P ആൻഡ് Q. P യുടെയും Q ന്റെയും കോർഡിനേറ്റ്, സൂചക സംഖ്യകൾ കണ്ടെത്തണം. സെറ്റ് ആണല്ലോ? ദെൻ അടുത്തതോ calculate the coordinates of the point of intersection of PR and AQ. PR എന്ന വരയും AQ എന്ന വരയും കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് ശ്രദ്ധിച്ചോ. PR എന്ന വരയും AQ എന്ന വരയും കൂട്ടിമുട്ടുന്ന ഈ പോയിന്റിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, ഈ കൂട്ടിമുട്ടുന്ന പോയിന്റിന്റെ സൂചക സംഖ്യയാണ് ചോദിച്ചത്. റെഡി? then calculate the coordinate of the centroid of the triangle PQR. PQR എന്ന് പറയുന്ന ത്രികോണത്തിന്റെ സെൻട്രോയിഡ്, PQR എന്ന് പറയുന്ന ത്രികോണത്തിന്റെ സെൻട്രോയിഡിന്റെ കോർഡിനേറ്റ്, സൂചക സംഖ്യയാണ് കാണേണ്ടത്. മലയാളം കൂടി നോക്ക്. ചിത്രത്തിൽ ABC എന്ന ത്രികോണത്തിന്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കളാണ് PQR. ABC എന്ന് പറയുന്ന ത്രികോണത്തിന്റെ മധ്യബിന്ദുക്കളാണ് ആര്? PQR. സെറ്റ് ആണല്ലോ? ദെൻ P, Q ഇവയുടെ സൂചക സംഖ്യകൾ കണക്കാക്കുക. P യുടെ സൂചക സംഖ്യ, Q ന്റെ കോർഡിനേറ്റ് സൂചക സംഖ്യ കണക്കാക്കണം. Then PRAQ എന്നീ വരകൾ മുറിച്ചു കിടക്കുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യ കണ്ടെത്തുക. PRAQ ഈ പോയിന്റിന്റെ സൂചക സംഖ്യ വേണം നമുക്ക് കണ്ടെത്താൻ. Then PQR എന്ന ത്രികോണത്തിന്റെ മധ്യമ കേന്ദ്രം കണ്ടെത്തുക. PQR എന്ന് പറയുന്ന ത്രികോണത്തിന്റെ മധ്യമ കേന്ദ്രത്തിന്റെ സൂചക സംഖ്യയാണ് കണ്ടെത്തേണ്ടത്. മധ്യമ കേന്ദ്രം കണക്കാക്കുക, സെൻട്രോയിഡ് കണക്കാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ കോർഡിനേറ്റ് സൂചക സംഖ്യയാണ് മക്കളെ കണക്കാക്കേണ്ടത്. ഒന്ന് ശ്രദ്ധിച്ചേ. ആദ്യത്തെ നമ്മുടെ പരിപാടി എന്താ? ആദ്യത്തെ നമ്മുടെ പരിപാടി P കാണാനാണ്. ആദ്യത്തെ നമ്മുടെ പരിപാടി എന്താണ്? P കാണാം. മക്കളെ ഒന്ന് നോക്കിയേ, P എങ്ങനെ കാണാം? AB എന്ന് പറയുന്ന വരയുടെ മിഡിൽ പോയിന്റ്, മിഡ് പോയിന്റ് ആണ് എന്ത്? P. അപ്പൊ മധ്യബിന്ദു കാണാൻ ഇക്വേഷൻ അറിയാം. ഇവിടുത്തെ എക്സും കൂട്ടി പകുതി കാണാം, ഇവിടുത്തെ വൈയും കൂട്ടി പകുതി കാണാം. സിമ്പിൾ ആണല്ലോ? അപ്പൊ ഇക്വേഷൻ എഴുതണോ? വേണ്ട, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോവാണ്. AB എന്ന് പറയുന്ന വരയുടെ മധ്യബിന്ദു, മിഡ് പോയിന്റ് ആണ് നമുക്ക് കാണേണ്ടത്. അതാണ് P. അതായത് ഇവിടുത്തെ എക്സും കൂട്ടുക. ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടുത്തെ എക്സും കൂടി കൂട്ടുക, ബൈ 2 പകുതി കാണുക. ഇവിടുത്തെ വൈയും കൂടി കൂട്ടുക, പകുതി കാണും. സെറ്റ് ആണല്ലോ? അങ്ങനെയെങ്കിൽ നമ്മൾ ചെയ്യാൻ പോവാണ് 1+3 ബൈ 2 കോമ അടുത്തതോ 0+6 ബൈ 2. അതായത് P സമം 4/2 കോമ 6/2 സമം 4 പകുതി. 4ന്റെ പകുതി P സമം 4ന്റെ പകുതി എത്രയാണ്? 2. 6ന്റെ പകുതി എത്രയാണ്? 3. അപ്പൊ P യുടെ സൂചക സംഖ്യ നമുക്ക് കിട്ടി എത്രയാണ്? 2, 3. P യുടെ സൂചക സംഖ്യ നമുക്ക് കിട്ടി എത്രയാണ്? 2, 3. ഇനി മക്കളെ എന്തിന്റെ കൂടി കാണണം? Q ന്റെ സൂചക സംഖ്യ കാണണം. എടാ Q എന്ന് നോക്കിക്കേ, എവിടെയാണ്? Q ഇവിടെയാണ് കിടക്കുന്നത്.
അതായത് ബി സി എന്ന് പറയുന്ന വരയുടെ മിഡ് പോയിന്റ് മധ്യബിന്ദുവാണ്. ബി സി എന്ന് പറയുന്ന വരയുടെ മിഡ് പോയിന്റ് മധ്യബിന്ദുവാണ് ക്യൂ. അതായത് ഒന്ന് ഇവിടുത്തെ എക്സും കൂടി കൂട്ടുക, പകുതി കാണാം. ഇവിടുത്തെ വൈയും കൂടി കൂട്ടിയിട്ട് എന്ത് കാണാം? പകുതി കാണാം. സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ 1+11/2, 0+0/2, അതായത് Q സമം 12/2, 0, അതായത് Q സമം 6, 0. Q എന്ന് പറയുന്നത് എത്ര കിട്ടി? 6, 0. അപ്പൊ നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുക. Q എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 6, 0 കിട്ടി. Q എത്ര കിട്ടി? 6, 0. P എത്ര കിട്ടി? 2, 3, 2, 3. P എത്ര കിട്ടി? 2, 3, 2, 3. ക്ലിയർ ആണോ മക്കളെ? സെറ്റ് ആണോ? വളരെ എളുപ്പത്തിൽ നമുക്ക് A ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി. വളരെ എളുപ്പത്തിൽ A ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി. എന്താ A ക്വസ്റ്റ്യൻ? P യുടെയും Q യുടെയും കോർഡിനേറ്റ് സൂചക സംഖ്യ കാണാനാണ് പറഞ്ഞത്. കണ്ടോ? സൂചക സംഖ്യ കാണാനാണ് പറഞ്ഞത്. കണ്ടു. എന്നിട്ട് എത്രയാണ് കിട്ടിയത് മക്കളെ? എത്രയാണ് കിട്ടിയത്? P യുടെ 2, 3 ആണ്. Q ന്റെ എത്രയാണ്? 6, 0 ആണ്. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? അങ്ങനെയെങ്കിൽ കാൽക്കുലേറ്റ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ PR ആൻഡ് AQ. മലയാളം എന്താ? PR ഉം AQ എന്നീ വരകൾ മുറിച്ചു കിടക്കുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യ കണ്ടെത്തണം. എന്താ? PR AQ ഇത് രണ്ടും മുറിച്ചു കിടക്കുന്ന ഈ ബിന്ദുവിന്റെ സൂചക സംഖ്യയാണ് കണ്ടെത്തേണ്ടത്. PR ആൻഡ് AQ ഇത് രണ്ടും മുറിച്ച് കിടക്കുന്നത്. അതിനൊരു പ്രത്യേകതയുണ്ട്. ഈ കാണുന്ന AQവിന്റെ മിഡ് പോയിന്റ് മധ്യബിന്ദു ആയിരിക്കും. PR ഉം AQ മുറിച്ച് കിടക്കുക എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന AQവിന്റെ മധ്യബിന്ദു ആയിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഇത് രണ്ടും നമ്മളൊന്ന് ക്രോസ് ചെയ്ത് വരക്കാൻ പോവാം. നമുക്ക് ഇത് രണ്ടും ഒന്ന് വരച്ചു കൊടുക്കാം. ഏതിങ്ങനെ? A മുതൽ Q വരെ ഒന്ന് വരച്ചു. അത്ര മതി. മറ്റേ വര ഓൾറെഡി അവിടെ ഉണ്ട്. ഈ പോയിന്റിന് വേണമെങ്കിൽ നമുക്കൊരു പേര് കൊടുക്കാം. ഈ പോയിന്റിന് ഇപ്പൊ എന്ത് പേരാ കൊടുക്കാം? ഈ പോയിന്റിന് നമുക്ക് P എന്ന് പേര് കൊടുക്കാം. P ഇവിടെ ഓൾറെഡി ഉണ്ട് അല്ലേ? അങ്ങനെയെങ്കിൽ PQR ഉണ്ട്, S എന്തെങ്കിലും കൊടുക്കാം. നമുക്ക് എന്ത് കൊടുക്കാം? S കൊടുക്കാം. റെഡി ആണല്ലോ? അങ്ങനെയെങ്കിൽ ആ എസിന്റെ സൂചക സംഖ്യയാണ് നമ്മളോട് കാണേണ്ടത്. S സമം S കാണുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന്റെ മധ്യബിന്ദുവാണ്, മിഡ് പോയിന്റ് ആണ്. അപ്പൊ 6+3 അതിന്റെ പകുതി കാണാം. 6+0 അതിന്റെ പകുതിയും കാണാം. നന്നായിട്ട് ശ്രദ്ധിച്ചോ. 6+3/2, 6+0/2, അതായത് S സമം 9/2, 6/2, അതായത് S സമം 9/2. അങ്ങനെ തന്നെ എഴുതിക്കോ. 6/2 എത്രയാണ്? 3 ആണ്. അതായത് ആ രണ്ട് വരയും കൂട്ടിമുട്ടുന്ന ഏതാണ് ആ രണ്ട് വര? PR ഉം AQ ഉം കൂട്ടിമുട്ടുന്ന പോയിന്റ് നമ്മൾ എന്താ പേര് കൊടുത്തത്? യെസ്. ആ എസിന്റെ സൂചക സംഖ്യ എത്ര കിട്ടി? 9/2, 3 ആണ് കിട്ടിയത്. സെറ്റ് ആണല്ലോ? അങ്ങനെയെങ്കിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ എന്താ? കാൽക്കുലേറ്റ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി സെൻട്രോയിഡ് ഓഫ് ദി ട്രയാങ്കിൾ PQR. മലയാളം PQR എന്ന ത്രികോണത്തിന്റെ മധ്യമ കേന്ദ്രം കണക്കാക്കുക. അപ്പൊ ഞാൻ ഈ ചിത്രത്തിലേക്ക് അതൊന്ന് മാറ്റി വരക്കാൻ പോവാം. എക്ക് നമ്മൾ ജോയിൻ ചെയ്തു. ഈ പോയിന്റിന് നമ്മൾ എന്താ പേര് കൊടുത്തത്? S എന്നാണ് പേര് കൊടുത്തത്. സൂചക സംഖ്യ 9/2, 3 ആണ് കിട്ടിയത്. Qന്റെ സൂചക സംഖ്യ എത്രയായിരുന്നു? 6, 0 കിട്ടിയത് അല്ലെ? 6, 0 ആണ്. മറ്റേതിന്റെ എത്ര കിട്ടിയത്? Pന്റെ 2, 3 ആണ്. അപ്പൊ കഴിഞ്ഞ ചിത്രത്തിൽ നമ്മൾ അടയാളപ്പെടുത്തിയത് ഇവിടേക്ക് മാറ്റി കൊടുത്തു എന്ന് മാത്രം. റെഡി ആണല്ലോ? ഒന്ന് നോക്കിക്കേ. എന്താ ചോദ്യം? നമ്മളോട് പറഞ്ഞത് എന്താ? ത്രികോണത്തിന്റെ മധ്യമ കേന്ദ്രം കണക്കാക്കുക. ഈ മധ്യമ കേന്ദ്രം എന്ന് പറഞ്ഞാൽ എന്താണ് മധ്യമ കേന്ദ്രം എന്ന് പറഞ്ഞാൽ? നമ്മൾ രണ്ട് വര ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അത് കൂട്ടിമുട്ടുന്ന പോയിന്റിനാണ് എന്ത് പറയാ? മധ്യമ കേന്ദ്രം എന്ന് പറയാം. അപ്പൊ ഞാൻ ഒരു വരയും കൂടി വരക്കാൻ പോവാം. ഇതിന്റെ സെന്ററിലൂടെ ഇങ്ങനെ ഒരു വര ഇങ്ങനെ വരച്ചു എന്ന് വിചാരിച്ചു. ഇതിന്റെ സെന്ററിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇങ്ങനെ ഒരു വര, ഇതിനെങ്ങനെ കറക്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു വര വരച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ ഈ രണ്ട് വരയും കൂട്ടിമുട്ടിയ ഈ പോയിന്റിനാണ് നമ്മൾ എന്ത് പറയാ? മധ്യമ കേന്ദ്രം എന്ന് പറയാം. ഈ രണ്ട് വരയും കൂട്ടിമുട്ടുന്ന പോയിന്റിനാണ് മക്കളെ ഈ കാണുന്ന വരയും കൂട്ടിമുട്ടുന്ന പോയിന്റിനാണ് എന്ത് പറയാ? മധ്യമ കേന്ദ്രം. ഇനി ഇതിന് QS നമ്മൾ കൊടുത്തു. മധ്യമ കേന്ദ്രത്തിന് വേണമെങ്കിൽ നമുക്ക് M എന്ന് പേര് കൊടുക്കാം. മധ്യമ കേന്ദ്രത്തിന് വേണമെങ്കിൽ M എന്ന് പേര് കൊടുക്കാം. സെറ്റ് ആണല്ലോ? മധ്യമ കേന്ദ്രത്തിന് എന്ത് പേര് കൊടുത്തു? M എന്ന് പേര് കൊടുത്തു. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് M എന്ന് പറയുന്ന പോയിന്റിന്റെ സൂചക സംഖ്യയാണ്. മക്കളെ നമുക്ക് കണ്ടെത്തേണ്ടത് എന്താ? M എന്ന് പറയുന്ന സംഖ്യയുടെ സൂചക സംഖ്യയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സെറ്റ് ആണല്ലോ? സെറ്റ്. അങ്ങനെയെങ്കിൽ നമ്മൾ ആദ്യം
ഈ വര ഞാനൊന്ന് മാറ്റി വരക്കാം. ഏതാണ്? QS എന്ന് പറയുന്ന വര. മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന എളുപ്പത്തിന് വേണ്ടിതാ QS എന്ന വര ഞാൻ ഇവിടേക്കൊന്ന് മാറ്റി വരച്ചു. നന്നായിട്ട് ശ്രദ്ധിച്ചോ. QS ഇവിടെ എന്താ നമ്മൾ കൊടുക്കുന്നത്? Q ആണ് കൊടുക്കുന്നത്. ഇവിടെ എത്രയാണ് കൊടുക്കുന്നത്? S ആണ് കൊടുക്കുന്നത്. ഇനി ഈ കാണുന്ന പോയിന്റിനാണ് ഞാൻ M എന്ന് കൊടുത്തത് എന്ന് വിചാരിക്കാം. റെഡി ആണല്ലോ? നമുക്ക് എമ്മിന്റെ സൂചക സംഖ്യയാണ് കാണേണ്ടത്. Q എത്രയാണ്? 60 ആണ്. S എത്രയാണ്? 9/2. S എത്രയാണ്? 9/2. ഒന്നുകൂടി വലുതാക്കി എഴുതാണ്. 9/2, 3 ആണ്. എമ്മിന്റെ സൂചക സംഖ്യ. എമ്മിന് ഞാൻ XY കൊടുക്കാം. എമ്മിന് എന്താ കൊടുക്കുന്നത്? XY. ഇനി മക്കളെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത്. നമുക്ക് മധ്യമ കേന്ദ്രം സെൻട്രോയിഡ് ആണ് കാണുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന അംശബന്ധം 2:1 ആണ്. അവിടെ ഉണ്ടാകുന്ന അംശബന്ധം എത്രയാണ്? 2:1. അത് എന്റെ മക്കൾക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. റെഡിയാണല്ലോ? അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കാണ് M:N. അംശബന്ധം എത്രയാ? 2:1. അതായത് എമ്മിന് പകരം 2 ആണ്, എന്നിന് പകരം എത്രയാണ്? 1. ഇനി നമുക്ക് ഇവിടെയുള്ള XY കണ്ടെത്തിയാൽ മതി. ഇവിടെയുള്ള XY കണ്ടെത്തിയാൽ മതി. അതിന് XY കണ്ടെത്താനുള്ള ഇക്വേഷൻ നമുക്കറിയാം. മക്കളെ X കണ്ടെത്താനുള്ള ഇക്വേഷൻ പറഞ്ഞേ. X കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചത്? M×x2 പ്ലസ് N×x1 ഡിവൈഡഡ് ബൈ M+N. ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്, മറക്കരുത്. അതായത് X സമം M എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ X എത്രയാണ്? 9/2 ആണ്. അപ്പൊ 9/2 പ്ലസ് N 1 ആണ്. 1 എത്രയാണ്? ഇതാ കിടക്കുന്നു 6 ആണ്. ഓൾ ഡിവൈഡഡ് ബൈ 2ഉം 1ഉം എത്ര കിട്ടി? 3 കിട്ടി. അങ്ങനെയെങ്കിൽ X സമം, നന്നായിട്ട് ശ്രദ്ധിച്ചോ, X സമം ഈ രണ്ടും ക്യാൻസൽ ചെയ്തു. 9 പ്ലസ് 6/3 സമം 9 മാറും 15/3 സമം എത്ര കിട്ടി? 5. അതായത് എക്സിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 5 കിട്ടി. മക്കളെ എക്സിന്റെ വാല്യൂ എത്ര കിട്ടി? 5 കിട്ടി. ഇനി നിങ്ങൾ പറഞ്ഞേ, നമുക്ക് കാണേണ്ടത് എന്ത് മാത്രമേ ഉള്ളൂ? y സമം. y-യുടെ വാല്യൂ നിങ്ങളൊന്ന് പറഞ്ഞേ. y എങ്ങനെ കണ്ടെത്തുക? M×y2 പ്ലസ് N×y1 ഡിവൈഡഡ് ബൈ M+N. അതായത് y സമം M എന്ന് പറയുന്നത് 2 y2 എന്ന് പറയുന്നത് 3 ആണ്. പ്ലസ് 1 നന്നായിട്ട് ശ്രദ്ധിച്ചേ. പ്ലസ് 1 ഒന്നാമത്തെ y1 എത്രയാണ്? 0 ആണ്. 0 ഡിവൈഡഡ് ബൈ 3. 2 അംശബന്ധം M+N, 2ഉം 1ഉം കൂട്ടിയാൽ 3. അതായത് y സമം 2 × 3 6 പ്ലസ് 0/3. അതായത് y സമം 6/3. y സമം എത്ര കിട്ടി? 2 കിട്ടി. സെറ്റാണല്ലോ? നമ്മളോട് ചോദിച്ചത് എമ്മിന്റെ സൂചക സംഖ്യയാണ്. അതായത് എമ്മിന് നമ്മൾ XY എന്നാ കൊടുത്തത്. XY സമം Xന് നമുക്ക് 5 കിട്ടി, Yക്ക് നമുക്ക് എത്ര കിട്ടി? 2 കിട്ടി. അതായത് ഇവിടെയുള്ള മധ്യമ കേന്ദ്രം സെൻട്രോയിഡിന്റെ സൂചക സംഖ്യ. എടാ ഈ വരച്ച വര ഏതാ? ഈ കാണുന്ന വരയുണ്ടല്ലോ, Q മുതൽ S വരെയുള്ള ഈ വര, ഇത് ഞാൻ എളുപ്പത്തിന് വേണ്ടി ഒന്ന് മാറ്റി വരച്ചു എന്ന് മാത്രം. അപ്പൊ സെൻട്രോയിഡ് മധ്യമ കേന്ദ്രത്തിന്റെ സൂചക സംഖ്യ നമുക്ക് കിട്ടി. എത്രയാണ്? 5. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇങ്ങനെ മധ്യമ കേന്ദ്രമാണ് നമ്മളോട് ചോദിച്ചതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന അംശബന്ധം എത്രയായിരിക്കണം? 2:1 ആയിരിക്കണം. ഇതറിയണം. ഇതൊരു നോട്ടായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോ. മധ്യമ കേന്ദ്രമാണ് ചോദിച്ചതെങ്കിൽ അംശബന്ധം എത്രയായിരിക്കും? 2:1. ബാക്കിയൊക്കെ നോർമൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ ഒരുപാട് കുട്ടികൾ ചോദിച്ചതാണ് ഈ 2 ക്വസ്റ്റ്യൻസ്. പേഴ്സണൽ ആയിട്ട് വാട്സപ്പിലൊക്കെ നമുക്ക് അയച്ചു തന്നിട്ട് സാർ ഇതെങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചതാണ്. എനിക്ക് തോന്നുന്നു പല കുട്ടികൾക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, ഇവിടെ ഒരു 2:1 എന്ന് പറയുന്ന റേഷ്യോ ഉണ്ട് എന്നറിയാത്തതാണ് പ്രശ്നം. അപ്പൊ എന്റെ മക്കൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പഠിക്കുക. റെഡിയാണല്ലോ? ഇത് SCERT സെറ്റ് A ക്വസ്റ്റ്യൻ പേപ്പറിലെ 2 ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കിനി സെറ്റ് B ഉണ്ട്, സെറ്റ് C ഉണ്ട്. ജോമെട്രി ആൻഡ് ആൾജിബ്ര വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളുടെ കൂടെ ഞാനുണ്ട്, നമ്മുടെ ചാനലുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് ചോദ്യവും നമ്മൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. റെഡിയാണല്ലോ? നിങ്ങൾ വളരെ ധൈര്യത്തോടു കൂടി പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു പരീക്ഷ എഴുതുക. റെഡിയാണല്ലോ? അപ്പൊ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.